ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ലിഷാനി? റെഡി ആയിട്ടില്ലേ? നമ്മൾ ഇങ്ങോട്ടാ പോണേ? ഓണാഘോഷിക്കാൻ പോവല്ലേ ലിഷാനി? ഓണാഘോഷിക്കാൻ പോവല്ലേ? റെഡിയാണോ ഷാനി? റെഡിയാണോ? ക്യൂട്ടി ഗേൾ. നമ്മള് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പോവാം. ബൈ. ബും ബും. അങ്ങനെ ഓണത്തിന് മുന്നേ ഉള്ള ഒരു ഓണം സെലിബ്രേഷന്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. സംഭവം പല വീഡിയോസും എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും എല്ലാം കിട്ടാൻ വളരെയധികം ലേറ്റ് ആയത് കൊണ്ടുമാണ് ഈ വീഡിയോ ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം. ഈ വീഡിയോ മാത്രമല്ല, ഈ പ്രോഗ്രാമും നല്ല പോലെ ലേറ്റ് ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പരിപാടിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 12:40 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഡിലേ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒളോപ്പാറയ്ക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറെ പേരുണ്ടാവുന്നൊക്കെ വിചാരിച്ചെങ്കിലും അവസാനം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നെങ്കിലും അപ്പം നല്ല ക്ലൈമറ്റ് ആയിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മഴ അങ്ങോട്ട് പെയ്യുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മുന്നിൽ കുറെ വെള്ളമൊക്കെ ആയിട്ട് ഹൗസ് ബോട്ടും നല്ല രസം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി കുറച്ചായിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കണ്ടുപിട്ടിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് നമ്മളെല്ലാവരും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 വീടാണ് വരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെയാണ് നമ്മൾ ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പൂക്കളിട്ടിട്ട് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റി പൂക്കൾ ഉണ്ടായിരുന്നേ. പൂവൊക്കെ സെറ്റാക്കി കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി ഞാനും അശ്വതി അങ്ങ് ഏറ്റെടുത്തു. ചോദിച്ചും മക്കളുമായിരുന്നു പൂക്കൾ ഇട്ടോണ്ടിരുന്നത്. അപ്പോഴും പുറത്താണെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പൂക്കൾ ഇടുന്നതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം മുകളിലേക്ക് കയറി. മഴ നല്ലോണം പെയ്യുന്നോണ്ട് തന്നെ നമുക്ക് പുറമേ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മുകളിലാണെങ്കിൽ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു എല്ലാവരും മുകളിലേക്ക് കയറി. ഓരോരുത്തരുടെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വില എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല വിശപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഫുഡിനൊക്കെ നല്ല സ്വാദ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളൊക്കെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ. ഇത് പിന്നെ അമല് എങ്ങനെയാ പായസം കുടിക്കേണ്ടതെന്ന് കാണിച്ചു തരാണ്. സംഭവം പപ്പടം കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പപ്പടം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പാവം പഴവും പായസം വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം കുട്ടികളെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ മുന്നിലൂടെ കറക്റ്റ് ആയിട്ട് ഹൗസ് ബോട്ട് പോകുന്നത് കണ്ടത്. ഒരു ചാറ്റൽ മഴയും ഹൗസ് ബോട്ടും കാണാൻ നല്ലൊരു ഫ്രെയിം ആയിരുന്നു കേട്ടോ അത്. അത്യാവശ്യം സമയം വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ഡാൻസും കൂടെ കളിച്ചിട്ട് പരിപാടി ഇങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. പാട്ടൊക്കെ ഇട്ടപ്പോഴേക്കും എല്ലാവരും അവിടെ നല്ല തകർപ്പൻ ഡാൻസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ സ്റ്റെപ്പും അറിയില്ല, ഡാൻസും കളിക്കാൻ അറിയില്ല. എന്നാലും എന്തൊക്കെയോ അവിടെ ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങളുടെ പരിപാടി എന്തായാലും കളറായിരുന്നു. ഇൻട്രോവേർട്ടിനോട് പറയാൻ പറഞ്ഞത്. എടാ പോയി വേറെ 2-3 ആൾക്കാർ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെൽ ബട്ടൺ അൺലൈക്ക് ചെയ്യുക. അയ്യോ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്. ആണ് ഞെക്കി പൊട്ടിക്ക് വേഗം. ബൈ ബൈ. ഫുൾ മഴ. അയ്യോ. ഓണപരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.